കോഴിക്കോട് ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന വയോധികന്റെ കുറ്റസമ്മതത്തിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു. കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടത് ഇരിട്ടി വെളിമാനം സ്വദേശി മോഹനനാണ്. 1986 ഡിസംബറിലായിരുന്നു കൊലപാതകം. കൂടരഞ്ഞിയിലും വെള്ളയിലും വെച്ച് കൊലപാതകം നടത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരം അയാൾ പുറത്തു പറയുന്നത്. അതിൽ അന്വേഷണം നടക്കുന്നു. ഒരു കൊലപാതകം അത് നടന്നത് ശരിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? അസിത, അനൂജ, ശരിക്കും സിനിമാ കഥകളെ വെല്ലുന്ന ഒരു കഥ തന്നെയാണ് മുഹമ്മദ് അലിയുടേത്. 40 വർഷങ്ങൾക്ക് മുമ്പ് താൻ 2 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അലി പോലീസിൽ കീഴടങ്ങുന്നത്. ശേഷം പോലീസ് FIR ഇട്ട കേസാണിത്. എങ്കിലും അപ്പോഴും ഇങ്ങനെ ഈ കാര്യം സാധ്യമാണോ, അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തൽ ശരിയാണോ എന്നുള്ള ഒരു സംശയം പോലീസിനുൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴിതാ അതിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. കണ്ണൂർ ഇരുട്ടി വെളിമാനം സ്വദേശിയായിട്ടുള്ള മോഹനനാണ് കൊല്ലപ്പെട്ടത്. കൂടരഞ്ഞിയിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. 22 വയസ്സുള്ളപ്പോഴാണ് മോഹനൻ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പാറ പൊട്ടിക്കുന്ന ജോലിക്കായി എത്തിയത്. ഇവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ഈ മുഹമ്മദ് അലിയോട് 14 വയസ്സുള്ളപ്പോഴാണ് മുഹമ്മദ് അലി ഈ കൊലപാതകം നടത്തുന്നത്. ആ സമയം ഈ മോഹനൻ പ്രതിയോട് ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗികമായി മോശമായി പെരുമാറി എന്നുള്ള കാര്യമാണ് മുഹമ്മദ് അലി പറയുന്നത്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ മുഹമ്മദ് അലി ഇയാളെ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ് മുഹമ്മദ് അലി തന്നെ പറയുന്നത്. ഈ മോഹനനെ കാണാതായപ്പോൾ വീട്ടുകാരെല്ലാം ആ സമയം വളരെയധികം അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് കണ്ടെത്താതെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് തിരുവമ്പാടി പോലീസാണ് കേസ് അന്വേഷിച്ചത്. തിരുവമ്പാടി പോലീസാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. കാരണം 40 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സംഭവം 1986 ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതി വരിക, കുറ്റസംഭവം നടത്തുക, ആ കേസ് അന്വേഷിക്കുക, ആ മരിച്ച ആളെ കണ്ടെത്തുക എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് സിനിമാ കഥകളെ വരുന്ന രീതിയിലേക്കാണ് ഈ കഥയെല്ലാം തോന്നുന്നത്. പക്ഷേ യാഥാർത്ഥ്യമായി നടന്ന സംഭവമാണ്. 2 കൊലപാതകം നടത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. അതിൽ ഒരു കൊലപാതകം യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം ഇവിടെ തിരിച്ചറിയുകയാണ്. തിരുവമ്പാടി പോലീസ് ആളെ കണ്ടെത്തുകയാണ്. ഈ 2ാമത്തെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഈ 1ാമത്തേത് യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ 2ാമത്തേത് ഉണ്ട് എന്നുള്ള കാര്യത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അതിലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അത് വെള്ളയിൽ ഭാഗത്ത് നടത്തിയെന്നുള്ളതായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും അതിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും വർഷം മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ ഈ കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നില്ലേ തിരുവമ്പാടി പോലീസിന്? അനുജ, തീർച്ചയായും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ഒന്നാമത് ഈ പറഞ്ഞ കാര്യം സത്യമാണോ എന്നുള്ളതൊന്നും പോലീസിന് ഉറപ്പില്ല. ഒരു പ്രതി ഇങ്ങനെ വന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം സത്യമാണെന്നുള്ള കാര്യമൊന്നും പോലീസിന് അറിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴും തിരുവമ്പാടി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൽ പോലീസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1986 ഈ ഒരു കൊലപാതകം നടന്നതെന്നുള്ളതാണ് മുഹമ്മദ് അലി പറയുന്നത്. അതുകൊണ്ട് തന്നെ 1980 മുതൽ മലബാറിലും മധ്യകേരളത്തിലും കാണാതായിട്ടുള്ളവരുടെ ലിസ്റ്റ് പോലീസ് ശേഖരിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ഉൾപ്പെടെ ലിസ്റ്റ് ശേഖരിക്കുകയായിരുന്നു പോലീസ് ആദ്യം ചെയ്തത്. ശേഷമാണ് ഈ മുഹമ്മദ് അലി പറഞ്ഞ ലൊക്കേഷനുമായി ബന്ധപ്പെട്ടവരെ പോലീസ് ലിസ്റ്റിൽ നിന്നും പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് കണ്ണൂർ ഇരുട്ടി വെളിമാനം സ്വദേശിയായിട്ടുള്ള മോഹനിലേക്ക് എത്തുന്നത്. മോഹനെ കാണാതായി എന്ന് പറയുന്ന ഭാഗവും അതേപോലെ തന്നെ മുഹമ്മദ് അലി കൊലപാതകം നടത്തി എന്ന് പറയുന്ന ലൊക്കേഷനും ഏകദേശം സമാനമാണ്. പിന്നീട് കണ്ണൂരെത്തി ഈ മോഹനന്റെ ബന്ധുക്കളുമായി അന്വേഷിച്ചപ്പോൾ മോഹനൻ 22 വയസ്സുള്ളപ്പോൾ മോഹനൻ ഇവിടെ നിന്നും പോയതും തിരിച്ചു വരാത്ത കാര്യം ഉൾപ്പെടെയുള്ളവ പോലീസിനോട് പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് ഈ മോഹനാണ് എന്നതിലേക്ക് എത്തിയത്. എന്തായാലും തിരുവമ്പാടി പോലീസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രതിസന്ധി പോലീസിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ പല തെളിവുകളും ഇവിടെ പോലീസിന് സഹായമായിട്ടുണ്ട്. അനുജ, ഇനി ഈ വെള്ളയിൽ ഭാഗത്ത് നടന്ന കൊലപാതകത്തെ കുറിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് വെള്ളയിൽ പോലീസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.